തമിഴ്നാടൻ ഗ്രാമപശ്ചാത്തലത്തിൽ തയ്യാറാക്കപ്പെട്ട ഏറെ സരസമായൊരു ചലച്ചിത്രം. സാൻജോ ജോസഫ്, നിതീഷ് സഹദേവ്, അനുരാജ് ഓബി എന്നിവർ ചേർന്നെഴുതി നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത മനോഹര ചിത്രം ടി തലൈവർ തമ്പിത്തലൈമയിൽ പൊങ്കലിന് റിലീസായ ചലച്ചിത്രം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. പൊങ്കൽ വിന്നറായി മാറിയ അതിഗംഭീര ചലച്ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. രസകരമായ കോമഡികളടങ്ങിയ ഈ ഒരു ചലച്ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്ന് തന്നെ കാണാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. നമുക്ക് ഈ സിനിമയുടെ കഥയൊന്ന് കേട്ടു നോക്കിയാലോ? കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ്. പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തു നിൽക്കുന്ന സമയം. ആ സമയത്താണ് ഒരു സംഭവം ആ ഗ്രാമത്തിൽ തന്നെ നടക്കുന്നത്. മാനസിക പ്രയാസമുള്ള ബെന്നി എന്നൊരു യുവാവ് വീടിനകത്തെ മുറിയിൽ കയറി വാതിലടച്ച് വീടിന് തീയിടാൻ ആരംഭിച്ചു. സംഭവം അറിഞ്ഞ് നാട്ടുകാരൊക്കെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഓരോരുത്തരും ബെന്നിയോട് അങ്ങനൊന്നും പ്രവർത്തിക്കല്ലേ, താഴേക്ക് വാടാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബെന്നി അതൊന്നും ചെവികൊള്ളുന്നില്ല. മാനസിക രോഗമുള്ള ഒരു വ്യക്തിയാണ് ബെന്നി. ബെന്നിയുടെ അമ്മയടക്കം ബെന്നിയോട് താഴേക്ക് വരാൻ പറഞ്ഞു. പക്ഷേ ബെന്നി പറയുന്നത് അവരുടെ ആ വീട് അച്ഛന്റെ അടുക്കൽ നിന്ന് അവരുടെ അങ്കിള് തട്ടിച്ചെടുത്തതാണെന്നും അതുകൊണ്ട് താൻ ഈ വീട് കത്തിച്ചിട്ടേ വരൂ, അത് കഴിഞ്ഞ് ചിറ്റപ്പനെയും കൂട്ടിയിട്ട് കത്തിക്കും എന്നൊക്കെയാണ്. പക്ഷേ ബെന്നിയെ സമാധാനിപ്പിക്കാനും താഴേക്ക് വിളിക്കാനും ശ്രമിച്ച് ബെന്നിയുടെ അമ്മ പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ കുടിച്ചു നശിപ്പിച്ച് എല്ലാം നിന്റെ ചിറ്റപ്പന് വിറ്റതാണ്, അതിപ്പോ നമ്മുടെ വീടല്ല. പക്ഷേ ബെന്നി ഇതൊന്നും ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. നാട്ടുകാര് ഭ്രാന്തനെന്ന് വിളിക്കുമ്പോ ബെന്നിയുടെ രോഷം മാളിക്കത്തുന്നു. അങ്ങനൊരു സിറ്റുവേഷനിലാണ് അങ്ങോട്ടേക്ക് കഥാനായകൻ കടന്നു വരുന്നത്. വെള്ളയും വസ്ത്രമൊക്കെ ഉടുത്ത് ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനമുള്ള അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ തലൈവർ, എല്ലാവരും ജീവ എന്ന് വിളിക്കുന്ന ജീവരത്നം. ജീവ ഒരു കോണിയൊക്കെ വെച്ച് ബെന്നിക്കടുത്ത് ചെന്ന് ബെന്നിയെ സമാധാനിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. സൺഷെയ്ഡിന്റെ വക്കിൽ ഒരു തരത്തിൽ ചവിട്ടി ജനലിലൊക്കെ പിടിച്ചിട്ടാണ് ജീവ നിൽക്കുന്നത്. ബെന്നിയോട് തന്ത്രപരമായി സംസാരിച്ച് താഴെ ഇറക്കാൻ ജീവ ശ്രമങ്ങൾ നടത്തി. ജീവ പറഞ്ഞു, ഞാൻ പറയുന്നത് കേട്ട് നീ താഴെ വന്ന എല്ലാവരും നിന്നെ നല്ല പയ്യൻ എന്ന് പറയും, അല്ലെങ്കിൽ ഭ്രാന്തൻ എന്ന് വിളിക്കും. നീ നല്ല പയ്യനാണോ ഭ്രാന്തനാണോ? ജീവയുടെ ചോദ്യത്തിൽ ബെന്നി ആദ്യം ഒന്ന് കുഴങ്ങി. പിന്നാലെ ജനൽ കമ്പിയിൽ പിടിച്ചിരുന്ന ജീവയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ബെന്നി ചോദിച്ചു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ പറ, ഞാൻ നല്ല പയ്യനാണോ അതോ ഭ്രാന്തനാണോ? ജീവ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങി. കയ്യിലാണെങ്കിൽ ബെന്നി അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിടിവിട്ടാൽ ജീവ താഴേക്ക് വീഴും. എന്തു ചെയ്യുമെന്നറിയാതെ ജീവ കുഴങ്ങി നിൽക്കുമ്പോ പെട്ടെന്ന് മുറിയുടെ വാതില് നാട്ടുകാരിലാരോ ചവിട്ടി തുറന്നു. ബെന്നി കൈയെടുത്തതും ജീവ മുകളിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങി. ഭാഗ്യത്തിനായിരുന്നു നാട്ടുകാര് താഴെ വീഴാതെ ജീവയെ താങ്ങി പിടിച്ചത്. അതുകൊണ്ട് മാത്രം ജീവ സുരക്ഷിതമായി രക്ഷപ്പെട്ടു. പക്ഷേ രണ്ട് നാട്ടുകാര് ചേർന്ന് പിടിച്ചുകൊണ്ടുവന്ന ബെന്നി അവരുടെ പിടിയുടിപ്പിച്ച് കുതറി ഓടാൻ ആരംഭിച്ചു. പിന്നെ പറയണ്ടല്ലോ, ജീവയും നാട്ടുകാരും ബെന്നിയെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു. അത്യാവശ്യം നല്ലൊരു ചേസിംഗ് തന്നെ നടന്നു. ഒടുവിൽ ബെന്നിയെ വിദഗ്ധമായി അവർ പിടികൂടി. നാട്ടുകാരൊക്കെ ചേർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ബെന്നിയെ കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ തിരിച്ചു വരുമെന്ന് ഭീഷണിയൊക്കെ മുഴക്കിയിട്ടാണ് ബെന്നി അന്ന് അവിടെ നിന്ന് പോയത്. ഇത്തരത്തില് നാട്ടുകാരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് അവരുടെ കൂടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് ജീവയ്ക്ക് നാട്ടില് അത്യാവശ്യം നല്ല മതിപ്പാണ്. പക്ഷെ എപ്പോഴും നല്ലൊരു രാഷ്ട്രീയക്കാരനുണ്ടെങ്കിൽ മറുവശത്തൊരു എതിർകക്ഷിയും ഉണ്ടാകുമല്ലോ. അത്തരത്തിലൊരാൾ അതേ ഗ്രാമത്തിലുണ്ട്. തവിടൻ ഏറെക്കുറെ എല്ലാവരും വിളിക്കുന്ന മൂർത്തി. എങ്ങനെയെങ്കിലും അത്തവണത്തെ ഇലക്ഷനിൽ വിജയിക്കണം എന്നതാണ് മൂർത്തിയുടെ ലക്ഷ്യം. മൂർത്തിയുടെ കൂടെ വാലുപോലെ പാർട്ടിക്കാരനും മൂർത്തിയുടെ അസിസ്റ്റന്റുമായ രാസ് എപ്പോഴും ഉണ്ടാകും. ജീവ ഇങ്ങനെ നാട്ടിൽ ഓരോന്ന് ചെയ്ത് പേരെടുക്കുന്നതിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെയുണ്ട്. എന്തു ചെയ്തിട്ടാണെങ്കിലും ആ ഇലക്ഷനിൽ വിജയിക്കണം എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അവരുടെ പ്രവൃത്തികളൊക്കെ എപ്പോഴും പാളാറാണ് പതിവ്. അടുത്ത ദിവസം ഗ്രാമത്തിൽ പ്രധാനപ്പെട്ട ഒരു കല്യാണം നടക്കാൻ പോകുന്നുണ്ട്. ഇളവരസ് എന്നു പേരുള്ള വ്യക്തിയുടെ വീട്ടിലാണ് കല്യാണം നടക്കുന്നത്. അവിടെ പോയി കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് വോട്ടങ്ങ് നേടിയെടുക്കണം എന്ന് ജീവ പദ്ധതിയിട്ടു. കല്യാണ വീട്ടിലെത്തി ഇടിപിടി വേലകളൊക്കെ ചെയ്ത് കല്യാണ വീട്ടിലെ ആളായി തന്നെ ജീവ അങ്ങ് നിൽക്കാൻ തുടങ്ങി. കല്യാണപ്പെണ്ണിന്റെ അച്ഛൻ ഇളവരസ് നാട്ടിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇളവരസിന്റെ മകൾ സൗമ്യയുടേതാണ് കല്യാണം. കല്യാണമായതുകൊണ്ട് വെള്ളത്തിന് കൂടുതൽ ചെലവ് വരുമെന്നും വെള്ളത്തിന്റെ കാര്യം വാട്ടർ ടാങ്ക് ഓപ്പറേറ്ററായ മുരളിയോടൊന്ന് സംസാരിക്കണം എന്നും ഇളവരസ് ജീവയോട് പറഞ്ഞു. അക്കാര്യമേറ്റ് ജീവ വാട്ടർ ടാങ്ക് ഓപ്പറേറ്ററായ മുരളിക്കടുത്ത് സംസാരിക്കാൻ ചെന്നു. ഇളവരസിന്റെ വീടിന്റെ പിന്നിലായിട്ടാണ് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട വാട്ടർ ടാങ്ക് നിലകൊള്ളുന്നത്. പക്ഷേ ഇളവരസിന്റെ അയൽക്കാരൻ മണി പ്രശ്നമുണ്ടാക്കും, അത് ശരിയാവില്ല എന്ന് പറഞ്ഞൊഴിയാൻ ആദ്യം മുരളി നോക്കിയെങ്കിലും മുരളിക്ക് മദ്യം ഓഫർ ചെയ്ത് മണിയെത്താൻ ഡീൽ ചെയ്തോളാമെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ജീവയങ്ങ് സെറ്റിൽ ചെയ്തു. അപ്പോഴാണ് ഭക്ഷണം വെക്കുന്ന വ്യക്തി കഴുകിയ വെള്ളം വീടിന്റെ ഒരു വശത്തേക്ക് ഒഴുകുന്നത് ഇളവരസ് കാണുന്നത്. ഇളവരസ് വേഗം വന്ന് ആ വെള്ളം ഒഴുകുന്നത് തടഞ്ഞു. പിന്നാലെ കൂട്ടിച്ചേർത്തു. അവിടെ ഒരു ചെമ്പരത്തി വേലിയുണ്ട്. ആ വേലിയുടെ മറുവശത്തേക്ക് വെള്ളമോ എന്ത് തന്നെയാണെങ്കിലും പോവരുത്, അയൽവക്കക്കാരൻ വലിയ പ്രശ്നമുണ്ടാക്കും.
നടക്കും. ഇളവരസ് പറഞ്ഞ ആ അയൽവക്കക്കാരന്റെ പേരുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരാണ് മണി. ഇളവരസും മണിയും തമ്മിൽ പണ്ട് തൊട്ടേ പ്രശ്നങ്ങളുണ്ട്. അതിന് വലിയ ചില കാരണങ്ങളുമുണ്ട്. ഇളവരസിന്റെ വീട്ടിൽ ആഘോഷങ്ങൾ തുടങ്ങുന്നത് തന്റെ വീട്ടിൽ നിന്ന് മണി നോക്കിക്കണ്ടിരുന്നു. ഒരു നെടുവീർപ്പോടെ മണി പറയുന്നുമുണ്ട്, എന്റെ മകളുണ്ടായിരുന്നെങ്കിൽ അവൾക്കു ഞാൻ ഇതുപോലെ കല്യാണമൊക്കെ നടത്തിയേനെ എന്ന്. പ്രായമേറിയച്ഛന് മരുന്നെടുത്തു വെച്ച് മണി ആ മുറിയിൽ നിന്ന് വീടിന്റെ ഹാളിലേക്ക് കടന്നു. കല്യാണം നടക്കാൻ പോവുകയാണല്ലോ. കല്യാണപ്പെണ്ണ് സൗമ്യ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. സൗമ്യയെ വിവാഹം കഴിക്കുന്നത് മാർത്താണ്ഡത്ത് നിന്നുള്ള ഒരു യുവാവാണ്. കല്യാണ ചടങ്ങിനെത്താൻ ഏറെ ദൂരമുള്ളതുകൊണ്ട് നേരത്തെ തന്നെ കുടുംബമായി അവർ അവിടെ നിന്ന് വാഹനത്തിൽ പുറപ്പെട്ടിരുന്നു. സൗമ്യയുടെ വരനാകട്ടെ ഒരു പാവം മനുഷ്യനാണ്. സൗമ്യ എന്ന് പറഞ്ഞാൽ ജീവനാണ്. എപ്പോഴും കല്യാണം കഴിക്കാൻ വരുന്ന വഴിയിൽ പോലും വണ്ടി നിർത്തി സൗമ്യയ്ക്ക് ഫോൺ ചെയ്ത് സൗമ്യയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒടുവിൽ വരന്റെ അനിയൻ വന്ന് നിർബന്ധിച്ചാണ് അവനെ വണ്ടിയിൽ പിടിച്ചുകയറ്റി കൊണ്ടുപോകുന്നത് പോലും. സൗമ്യ ഒന്ന് പുറത്തിറങ്ങിയപ്പോഴോ സൗമ്യയെ പ്രണയിക്കുന്ന വൺ സൈഡ് ലവർ പാലരസ് വന്ന് സൗമ്യയുമായി ഫ്ലേറ്റ് ചെയ്യാൻ വീണ്ടും നോക്കുകയാണ്. സൗമ്യവനെ ഒച്ചയെടുത്ത് ഓടിക്കാൻ നോക്കി. പക്ഷേ പാലരസിനാണെങ്കിൽ ഒരു കുലുക്കവുമില്ല. അച്ഛൻ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്, രാത്രി കാണാം എന്നൊക്കെയാണ് പാലരസ് പറയുന്നത്. ഇളവരസും മണിയും തമ്മിൽ കുടുംബവഴക്കും എല്ലാം ഇങ്ങനെ നിലകൊള്ളുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ ഭാര്യമാരെ കൊണ്ടും മക്കളെ കൊണ്ടും പോലും പരസ്പരം അവർ സംസാരിപ്പിക്കാറില്ല. പക്ഷേ ഇങ്ങനാണെങ്കിലും അഖിലനും സഞ്ജയും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. സഞ്ജയുടെ സഹോദരിയുടെയാണല്ലോ കല്യാണം. അതുകൊണ്ട് തന്നെ രാത്രിക്ക് രാത്രി അഖിലനെ ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി സഞ്ജയ് തീരുമാനിച്ചിരുന്നു. അഖിലനും സഞ്ജയും രാത്രിയിലെ പാട്ടും കൂത്തും ആഘോഷവും നടക്കുന്നതിനിടയിൽ അവിടെ നിന്ന് കൂട്ടുകാർക്കൊപ്പം മറ്റൊരിടത്തേക്ക് മാറി. സഞ്ജയ്ക്കൊപ്പം അഖിലം പോകുന്ന കാര്യം അഖിലന്റെ അമ്മയ്ക്ക് അറിയാമെങ്കിലും മണിക്ക് എടുത്തു പറയാതെ അവരത് കണ്ണടയ്ക്കും. അങ്ങനെ കല്യാണ ആഘോഷങ്ങൾ തകൃതിയായി മുമ്പോട്ടേക്ക് പോയി. പാട്ടും കൂത്തും ഡാൻസും ഒക്കെയായി എല്ലാവരും വലിയ ആഘോഷത്തിലാണ്. അപ്പോഴാണ് അത് സംഭവിച്ചത്. കല്യാണ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലെ പ്രശ്നക്കാരൻ മണിയുടെ പ്രായമായി കിടന്ന അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അയാൾ മരണപ്പെട്ടു. ഒരു വശത്ത് ആഘോഷങ്ങൾ തിങ്ങി നിൽക്കുന്ന കല്യാണ വീട്, മറുവശത്ത് മരണവീട്. വിവരമറിഞ്ഞ് ജീവ മരണ വീട്ടിലേക്ക് ചെന്നു. മണി വിഷമിച്ചിരിക്കുകയാണ്. പരസ്പരം ശത്രുതയുള്ള അയൽക്കാരുടെ വീട്ടിൽ ഒരിടത്ത് കല്യാണം, ഒരിടത്ത് മരണം. ആകെ പ്രശ്നമാവാൻ പോകുന്നു എന്ന് ജീവയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ജീവ ആ വീട്ടിൽ നിന്ന് പതിയെ പുറത്തേക്കിറങ്ങി. പാട്ടുവെച്ച് ആഘോഷിക്കുന്ന ഇളവരസിന്റെ വീട്ടിലെത്തി പാട്ട് ഓഫ് ചെയ്തു. ഇളവരസിനോട് വിവരം പറഞ്ഞു. മണിയുടെ അപ്പൻ ചെല്ലപ്പയ്യാണ് മരിച്ചിരിക്കുന്നതെന്ന് കേട്ടതും ഇളവരസിന് അത്യാവശ്യം ദേഷ്യം വന്നു. അയാൾക്ക് മരിക്കാൻ വേറൊരു ദിവസം കണ്ടില്ലേ? എന്റെ മോളുടെ കല്യാണത്തിന്റെ തന്നെയാണോ മരിക്കാൻ പറ്റിയത്? പറയാൻ പറ്റില്ല. കല്യാണം അലമ്പാക്കാൻ മണി കൊന്നതായിരിക്കും എന്ന മട്ടിൽ വരെ ഇളവരസ് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ജീവ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. മരണം നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. ചേട്ടനിപ്പോ വീട്ടിൽ വെച്ച് കൃത്യസമയത്ത് മോളുടെ കല്യാണം നടക്കണം, അത്രയല്ലേ ഉള്ളൂ. അക്കാര്യം ഞാനേറ്റു എന്ന് ജീവ പറഞ്ഞു. പിന്നാലെ ജീവ മണിയുടെ മകൻ അഖിലനെ ഫോൺ ചെയ്തു. ഫോൺ എടുത്തതാകട്ടെ സഞ്ജയ് ആയിരുന്നു. അവര് മാറി നിന്ന് കൂട്ടുകാരുടെ കൂട്ടത്തിൽ മദ്യപിച്ച് തകർക്കുകയാണ്. അഖിലന്റെ മുത്തച്ഛൻ മരിച്ചു എന്ന വാർത്ത കേട്ട് സഞ്ജയ് ഞെട്ടുന്നുണ്ട്. സഞ്ജയ് തിരിഞ്ഞു നോക്കുമ്പോ മദ്യപിച്ച് മതോന്മത്തനായി ശരീരത്തിലൊക്കെ ലൈറ്റ് കെട്ടിത്തുള്ളുന്ന അഖിലനെയാണ് കാണുന്നത്. വേഗം വീട്ടിലേക്ക് വരാൻ ജീവ അവരോടായി പറഞ്ഞു. പിന്നാലെ ജീവ നേരെ മണിയുടെ വീട്ടിലേക്ക് ചെന്നു. നിലവിലെ മരണവിവരം നാട്ടുകാരുടെ ഇടയിലേക്ക് എത്തിയിട്ടില്ല. മൃതശരീരം അവിടെ നിന്ന് മാറ്റിയാൽ അവിടെ കല്യാണ ചടങ്ങൊക്കെ ഭംഗിയായി നടക്കും. അത് ചിന്തിച്ച ജീവ മണിക്കെടുക്കൽ പറഞ്ഞു, നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം, ഡോക്ടർ കൺഫേം ചെയ്യട്ടെ. പക്ഷേ മണി സമ്മതിച്ചില്ല. എങ്ങനിരുന്ന വ്യക്തിയാ ഇപ്പൊ മരിച്ചു കിടക്കുന്നത് കണ്ടില്ലേ, ഇനി എന്തിനാ കൺഫേം ആക്കുന്നത് എന്ന മട്ടിലായിരുന്നു മണിയുടെ സംസാരം. അതൊരു നടക്ക് പോയില്ലെന്ന് കണ്ടതും ജീവ അടുത്ത നമ്പർ ഇട്ടു. പിറ്റേന്ന് 10:30 മണിക്കാണ് ഇളവരസിന്റെ മകളുടെ കല്യാണം. വീട്ടിൽ വെച്ചാണ് കല്യാണം നടക്കുക. അതുകൊണ്ട് വൈകുന്നേരത്തോടെ മൃതദേഹം എടുക്കാമെന്ന മട്ടിൽ ജീവ സൂചിപ്പിച്ചു. പക്ഷെ ഇതൊരു അവസരമായി കണ്ടിരുന്ന മണി അപ്പോ തന്നെ പറഞ്ഞു, നാളെ രാവിലെ കൃത്യം 10:30 ആഘോഷത്തോടെ വേണം എന്റെ അച്ഛന്റെ മൃതദേഹം എടുക്കാൻ. അങ്ങനല്ല, എന്റെ ദൈവത്തിന് തേരോട്ടം തന്നെ നടക്കണം. ഉത്സവം പോലെ അദ്ദേഹത്തെ യാത്രയാക്കണം. ജീവ മോനെ, നീ നമ്മുടെ കുടുംബമാണ്. നീ വേണം മുമ്പിൽ നിന്നെല്ലാം നടത്താൻ. പണി പാളുകയാണെന്ന് കൃത്യമായിട്ട് ജീവയ്ക്ക് മനസ്സിലായി. മണി അവസരം മുതലെടുക്കുകയാണ്. ഇളവരസിന്റെ വീട്ടിലെ കല്യാണത്തിന്റെ കാര്യവും 10:30 മുഹൂർത്തത്തിന്റെ കാര്യവും ജീവ പറഞ്ഞെങ്കിലും മണി അതൊന്നും ചെവികൊണ്ടതേയില്ല. കല്യാണത്തെക്കാൾ വലുതാണ് മരണം എന്നായിരുന്നു അയാളുടെ വാദം. എന്റെ അപ്പൻ മരിച്ചതല്ല, സമാധിയായതാണ്, സ്വാമിയായതാണ് എന്ന മട്ടിൽ വരെ സംസാരിച്ച മണി അവരോട് കല്യാണം മാറ്റിവെക്കാൻ പറ എന്ന മട്ടിലായിരുന്നു ജീവയോട് പറയുന്നത്. വൈകാതെ വിവരം നാട്ടുകാരുടെ ചെവിയിലും എത്തിത്തുടങ്ങി. ഒട്ടും വൈകിയില്ല. വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് മൂർത്തിയും രാസും വന്നു ചേർന്നു. വീണ് കിട്ടിയ അവസരം മുതലെടുക്കലായിരുന്നു മൂർത്തിയുടെ ലക്ഷ്യം. മരണ വീട്ടിലേക്ക് വരികയായിരുന്ന മൂർത്തി ഓട്ടോയിലിട്ടിരുന്ന
മാലയും പൊക്കിയെടുത്തുകൊണ്ടാണ് വന്നത്. വരുന്ന വഴിയിൽ കല്യാണ വീട്ടിൽ നിന്ന് ജീവയെ മൂർത്തി ഒന്നു നോക്കി മനസ്സിൽ പറഞ്ഞു, കല്യാണ വീട്ടില് നീ രാജാവായിരുന്നു, പക്ഷെ മരണ വീട്ടില് ഞാനാടാ രാജാവ്. വന്നപാടെ മൂർത്തി പണി തുടങ്ങി. ചെല്ലപ്പയ്യയുടെ മരണം ആഘോഷമാക്കാനും അവിടുത്തെ പ്രധാന ആളായി നിന്ന് ഒക്കെ നോക്കി നടത്താനും തുടങ്ങി. മൃതദേഹം എല്ലാവർക്കും പ്രദർശനത്തിനായി നടുക്കളത്തിലേക്ക് കിടത്തി. പ്രായമായവരെ കണ്ടെത്തി വലിയ വയൽ കരയിപ്പിക്കാനും തുടങ്ങി. മരണവീട് വലിയ തോതിൽ ആക്റ്റീവായി. കല്യാണത്തിന് വന്നിരുന്ന നാട്ടുകാരായ സ്ത്രീകൾ വരെ മണിയുടെ വീട്ടില് മരണാവശ്യത്തിന് പോവണ്ടേ എന്ന് പറഞ്ഞു നിന്നു. പക്ഷെ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുകയാണല്ലോ, എന്തു ചെയ്യുമെന്ന് അവർ ചിന്തിച്ചു നിൽക്കെ കൂട്ടത്തിലൊരു സ്ത്രീ പൂവൊക്കെ എടുത്തുമാറ്റി ഭംഗിയായി വന്നിരുന്ന രൂപമൊക്കെ മാറ്റി പെട്ടെന്ന് സാധാരണ കോലത്തിലേക്കായി. ശേഷം അതുപോലെ തന്നെ മറ്റു സ്ത്രീകളും ചെയ്ത് അവരെല്ലാവരും ചേർന്ന് മരണ വീട്ടിലേക്ക് കയറി. ഇതേസമയം മറുവശത്ത് മാർത്തണ്ഡത്തുനിന്ന് വന്നിരുന്ന സൗമ്യയെ കല്യാണം കഴിക്കാൻ പോകുന്ന കന്യപ്പനും ഫാമിലിയും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സൗമ്യയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം എത്തിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്കും അവർ വന്നു ചേർന്നു. പക്ഷേ ഭക്ഷണം എത്തിയിട്ടില്ലെന്ന് പറഞ്ഞതും കന്യപ്പന്റെ അനിയനൊക്കെ വല്ലാതാവാൻ തുടങ്ങി. നേരത്തെ ഹോട്ടലിൽ കയറാമെന്ന് പറഞ്ഞപ്പോ കന്യപ്പൻ സമ്മതിക്കാതെ അവിടെ ഫുഡുണ്ടെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അവിടെ എത്തിയപ്പോഴോ ഭക്ഷണമില്ല. കന്യപ്പൻ പറഞ്ഞു, അവിടെ ഇപ്പോ ആഘോഷം പോയിക്കൊണ്ടിരിക്കുവല്ലേ, ഇപ്പോ തന്നെ ഫുഡ് കൊണ്ടുവരും. ഇതേസമയം ഇളവരസിന്റെ അടുക്കൽ പ്രശ്നങ്ങൾ വഷളാവുക. അടുത്ത ദിവസം 10:30 തന്നെ മൃതദേഹം എടുക്കണം എന്ന് മണി പറഞ്ഞ കാര്യം ഇളവരസിന്റെ അടുക്കൽ ജീവ പറഞ്ഞു. ഇളവരസ് ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. എന്ത് കുന്തത്തിന്റെ പേരിലെ തേരോടുന്ന പോലെ അയാളുടെ മൃതദേഹം കൊണ്ടുപോകണമെന്ന് പറയുന്നത്. 35 കൊല്ലം റൗഡിയായിരുന്നു, 10 കൊല്ലം അയാൾ ജയിലിലായിരുന്നു. എന്നിട്ട് അതേ അരിവാളിലും മഞ്ഞളും പൂശി സ്വാമിയാണെന്നും പറഞ്ഞ് തുള്ളിയാടി. എന്നിട്ട് ആ നശിച്ചവനിപ്പോ ഉത്സവം പോലെ മരണ ആഘോഷം നടത്തണമെന്നോ? കൊള്ളാലോ, നാളെ 10:30 തന്നെ എന്റെ മോളുടെ കല്യാണം നടക്കണം, ഇളവരസ് തീർത്തു പറഞ്ഞു. അത് കേട്ട് നിന്ന് അവിടുത്തെ നാട്ടുകാരനായ ത്യാഗുവാകട്ടെ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പോലായിരുന്നു ഇളവരസിനോട് സംസാരിച്ചത്. 2 ദിവസം മുമ്പ് ചെല്ലപ്പനയ്യ മരിച്ചിരുന്നെങ്കിൽ മണി തന്നെ വേറൊന്നും ചെയ്യാതെ ശ്മശാനത്തിൽ കൊണ്ടുപോയി തള്ളിയനെ എന്ന മട്ടിലാണ് ത്യാഗു പറയുന്നത്. ത്യാഗു അവിടെ നിന്ന പ്രശ്നമാണെന്ന് കണ്ടതും നൈസായിട്ട് ജീവ ത്യാഗുവിനെ പുറത്താക്കി. പറ്റുന്ന പോലെ താൻ നോക്കാമെന്ന് പറഞ്ഞ് ഇളവരസിനെ സമാധാനിപ്പിച്ച് ജീവ വീട്ടിൽ നിന്ന് മണിയുടെ വീട്ടിലേക്ക് ഇറങ്ങി. ഇതേസമയം മദ്യവെച്ച് മതോന്മത്തനായ അഖിലിന്റെ തലയിൽ വെള്ളമൊക്കെ ഒഴിച്ച് സ്വബോധത്തിലേക്ക് കൊണ്ടുവരാൻ സഞ്ജയും കൂട്ടുകാരും ശ്രമിക്കുകയായിരുന്നു. കുറച്ച് ബോധം തെളിഞ്ഞതും അവരുമായി അവർ വീട്ടിലേക്കെത്തി. അഖിലൻ വാതുറക്കാതെ വീടിനുള്ളിൽ കയറി മുത്തച്ഛന്റെ മൃതദേഹത്തിന് സമീപം ഇരുന്നു. മൂർത്തിയാകട്ടെ എങ്ങനെ പ്രശ്നമുണ്ടാക്കുമെന്ന് ആലോചിക്കുകയാണ്. അവർക്കൊരവസരം കിട്ടി. കല്യാണത്തിന് ഫ്ലക്സ് വെച്ചിട്ടുണ്ടല്ലോ, അതിലും വലിയ ഫ്ലക്സില് കണ്ണീരാദരാഞ്ജലികൾ ഫ്ലക്സ് വയ്ക്കാൻ അവർ തീരുമാനിച്ചു. അതിനുവേണ്ട നിർദ്ദേശവും മൂർത്തി രാസിന് കൊടുത്തു. മറുവശത്ത് ത്യാഗവും സംഘവുമാകട്ടെ ഇളവരസന്റെ അടുക്കൽ ചെന്ന് ഓരോന്ന് പറഞ്ഞ് വീണ്ടും മെരുകേറ്റുകയാണ്. ജീവ അവിടെയും ഇവിടെയും നിന്ന് നേതാവ് കളിക്കുകയാണെന്നും അവനെ കൊണ്ടൊന്നും കാര്യം നടക്കില്ല എന്ന മട്ടിലാണ് ത്യാഗു പറയുന്നത്. ജീവയാകട്ടെ മണിക്കടുത്ത് ചെന്ന് എങ്ങനെയെങ്കിലും മരണാവശ്യം 1 മണിക്കൂർ നീട്ടിവെക്കണം എന്ന രീതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി നോക്കി. പക്ഷേ മണിയാകട്ടെ തന്റെ അച്ഛൻ വെളിച്ചപ്പാടായി തുള്ളിയതിന്റെയും സ്വാമിയായി മാറിയതിന്റെയും കഥകൾ വെച്ചടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ജീവ ഏറ്റുപിടിച്ചു. അയ്യ, ഞങ്ങൾക്കും സ്വാമി തന്നെയാണ്, അതുകൊണ്ട് തേരലങ്കാരവും ബാക്കി കാര്യങ്ങളും എല്ലാം ഞാൻ നോക്കിക്കോളാം. സ്വാമിയുടെ അനുഗ്രഹം വാങ്ങണമെന്ന് അടുത്തുള്ള ഗ്രാമത്തിലുള്ളവർക്കുമൊക്കെ ഉണ്ടാവുമല്ലോ, വിവരം പറഞ്ഞറിയിക്കണം. അതുകൊണ്ട് ഒരു 12:30 നമുക്ക് മൃതദേഹം എടുത്താലോ? പക്ഷേ മണി വിട്ടുകൊടുത്തില്ല. അയ്യ, സ്വാമിയാണ്, കോവിലെപ്പോ തുറന്നിരിക്കുന്നു, അപ്പോ വന്നു വേണം സ്വാമിയെ കുമ്പിടാൻ. 10:30 തന്നെ അപ്പന്റെ മൃതദേഹം എടുക്കണം. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് മണി ഓരോ നമ്പർ ഇറക്കിക്കൊണ്ടേയിരുന്നു. താനിപ്പോ അച്ഛനൊപ്പമുള്ള കുട്ടിക്കാലത്തെ ഓർമ്മകളിലാണെന്നും പഴനിക്ക് മൊട്ടയടിക്കാൻ പോയപ്പോ അച്ഛന്റെ കൈവിട്ടുപോയ ഞാൻ അച്ഛനെ തേടിക്കൊണ്ടിരിക്കുവാണ് എന്നൊക്കെ മണി വെച്ചുകാച്ചി. ഇതൊരു നടക്ക് പോയില്ലെന്ന് ജീവയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ജീവ പതി അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോന്നു. ഇതേസമയം ഫ്ലക്സും തയ്യാറാക്കി രാസും സംഘവും വന്നു. ഹോട്ടലിലാകട്ടെ ഭക്ഷണം എത്തിയിട്ടില്ല. കന്യപ്പന്റെ അനിയനൊക്കെ ഭക്ഷണം കിട്ടാതെ ചെറിയ ദേഷ്യം പിടിച്ചു തുടങ്ങി. കന്യപ്പൻ ഭക്ഷണം വരാത്തതുകൊണ്ടൊടുവിൽ സൗമ്യയ്ക്ക് ഫോൺ ചെയ്തു വിവരം പറഞ്ഞു. അപ്പോഴാണ് ഇളവരസിനെ മുറിയിലേക്ക് വിളിച്ചു കയറ്റി സൗമ്യയുടെ അമ്മ ഇളവരസിനോട് ഒതുങ്ങിപ്പോവാനും വഴക്കിനൊന്നും പോവണ്ട എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഇളവരസാണെങ്കിൽ ഒരു തരത്തിലും മടങ്ങുന്നുണ്ടായിരുന്നില്ല. 1ഉം 2ഉം പറഞ്ഞ് അവർ തന്നെ പരസ്പരം വാക്കുതർക്കം തുടങ്ങി. പഴയ പ്രശ്നങ്ങളെ പറ്റിയുള്ള സംസാരവും തുടങ്ങി. ഇതൊക്കെ കണ്ട് സൗമ്യക്കാകെ ഭ്രാന്ത് പിടിച്ചു നിൽക്കുകയാണ്. അച്ഛനോടും അമ്മയോടും മുറിയിന്ന് വെളിയിൽ പോയാ തനിക്കെങ്കിലും കുറച്ച് സമാധാനം കിട്ടും എന്ന മട്ടിൽ സൗമ്യ പറഞ്ഞു. ഇളവരസ് മോളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നാളെ കല്യാണം കഴിഞ്ഞ് ടാറ്റയും കാട്ടി നീ പോകും. നാട്ടുകാരുടെ മുമ്പില് അഭിമാനത്തോടെ നിൽക്കേണ്ടത് ഞാനാണ്. എന്റെ അഭിമാനം പണയം വെക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. സൗമ്യക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഒക്കെ അടക്കി പിടിച്ച സൗമ്യ പറഞ്ഞു, അങ്ങനാണെ അച്ഛന്റെ അഭിമാനം പോകുന്നതിന് മുമ്പ് വരണം സംഘത്തിനും ഭക്ഷണം കൊടുത്തയക്ക്. ഭക്ഷണം കൊടുത്തയച്ചിട്ടില്ലെന്ന് കേട്ടതും ഒച്ചയും ബഹളവും കൂട്ടി ഇളവരസ് വേഗം പുറത്തേക്കിറങ്ങിപ്പോയി.
കുറച്ചു കഴിഞ്ഞ് ജീവ ഇളവരസിന്റെ അടുത്തെത്തി. രാവിലെ 7:30 നല്ലൊരു മുഹൂർത്തമുണ്ടെന്നും കല്യാണം അപ്പോഴേക്ക് മാറ്റിയാലോ, ഇല്ലെങ്കിൽ 10:30 തന്നെ നടത്തണമെങ്കിൽ അമ്പലത്തിൽ വെച്ച് താലികെട്ട് നടത്താം, എല്ലാ ചെലവും ഞാനെടുത്തോളാം എന്നൊക്കെ ജീവ പറഞ്ഞു നോക്കി. പക്ഷേ ഇളവരസ് അതിലൊന്നും വീഴുന്നേ ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ത്യാഗവും സംഘവുമാണെങ്കിൽ മണിക്കും കുടുംബത്തിനും എതിരെ പറഞ്ഞ് എരുതിയിൽ എണ്ണയൊഴിക്കാനും നോക്കുന്നു. ജീവയാണെങ്കിൽ ആകെ രണ്ടു വീട്ടുകാരുടെയും ഇടയിൽപ്പെട്ട് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അക്കാര്യം ഇളവരസിനോട് ജീവ തന്നെ പറഞ്ഞു. അപ്പോഴാണ് ഇളവരസ് പറയുന്നത്, എന്റെ വീട്ടിൽ നടക്കുന്ന ഏതൊരു ആഘോഷവും ഈ വീട്ടിൽ വെച്ചിട്ട് തന്നെയാ നടത്തിയിട്ടുള്ളത്. കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എത്ര വരന്മാരെയാ വേണ്ടെന്ന് വെച്ചത്. ആ കിളവൻ മരിച്ചതിന് കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്ത്, ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന നീയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ? ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ പോയി ആത്മഹത്യ ചെയ്തോളാം. നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അപമാനിതനാവാനൊന്നും എനിക്ക് പറ്റില്ല. ജീവ, ഇത് കല്യാണമാണ്, ഒരു ജീവിതത്തിന്റെ ആരംഭം. അവിടെ മരണമാണ്. നാളെ കത്തിക്കഴിഞ്ഞാ ചാമ്പലായി പോകും. ഇക്കാര്യത്തില് നീ എന്നെ വേണം സപ്പോർട്ട് ചെയ്യാൻ. ഇളവരസ് ജീവയ്ക്ക് മുമ്പിൽ കൈകൂപ്പി. ജീവ കൈകൂപ്പിയൊന്നും പറയില്ല ചേട്ടാ എന്ന് പറഞ്ഞ് കൈതാഴ്ത്തി ആലോചിച്ച് നിൽക്കാൻ തുടങ്ങി. ജീവയ്ക്ക് തോന്നിയ ഐഡിയ വീട്ടിലെ പെണ്ണുങ്ങൾ വെച്ച് പരസ്പരം സംസാരിപ്പിച്ച് കാര്യങ്ങളൊന്നും നോക്കിയാക്കാമെന്നായിരുന്നു. സൗമ്യയുടെയും സഞ്ജയുടെയും അമ്മയെ ഒരു വശത്ത് നിർത്തി അഖിലനെയും അഖിലന്റെ അമ്മയെയും മറുവശത്ത് നിർത്തി ജീവ കാര്യങ്ങൾ സംസാരിപ്പിച്ചു. സൗമ്യയുടെ അമ്മ തന്റെ മകളുടെ കല്യാണം നടക്കാൻ വേണ്ടി അഖിലന്റെ അമ്മയുടെ കാലുപോലും പിടിക്കാം എന്നുവരെ പറഞ്ഞു. പക്ഷേ അഖിലന്റെ അമ്മ അത് സമ്മതിച്ചില്ല. സൗമ്യയുടെ കല്യാണം കാണാൻ എനിക്കും ആഗ്രഹമില്ലേ എന്നായിരുന്നു അഖിലന്റെ അമ്മ ചോദിച്ചത്. അവർക്ക് പരസ്പരം ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല. താനെന്തായാലും മണിയോടൊന്ന് സംസാരിച്ചു നോക്കാം എന്ന് മണിയുടെ ഭാര്യ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് മണിയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഒരു 2 മണിക്കൂറത്തേക്ക് മൃതദേഹം എടുക്കുന്ന കാര്യം നീട്ടിവെച്ച സൗമ്യയുടെ കല്യാണം നന്നായി നടക്കും, വിട്ടുകൊടുത്തവരാരും തന്നെ നശിച്ചുപോയിട്ടില്ല എന്നൊക്കെ ഓരോരുത്തരും പറഞ്ഞു. മണിയുടെ ഭാര്യയും അതിന് സപ്പോർട്ട് ചെയ്തു. എല്ലാവരും അങ്ങനെ മണിയോട് പറയുമ്പോ മണിക്കും എതിര് നിൽക്കാൻ പറ്റുമായിരുന്നില്ല. ജീവയും ആശ്വസിച്ചു. എല്ലാം ഓക്കെയായെന്ന് ഇളവരസും സമാധാനിച്ചു. കല്യാണ വീട്ടിൽ എല്ലാവരും അതോടെ ആശ്വാസത്തോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അത് സംഭവിച്ചത്. മണിയുടെ അടുത്ത കളി. മണി അപ്പന്റെ മൃതദേഹത്തിൽ പോയി കാലുപിടിച്ച് കരയാൻ തുടങ്ങി. പിന്നാലെ ശരീരത്തിൽ സ്വാമി കയറിയ പോലെ വാളെടുത്ത് തുള്ളാൻ തുടങ്ങി. തുള്ളിത്തുള്ളി സ്വാമിയായി ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. കണ്ടുനിന്ന ജനങ്ങൾ കൈകൂപ്പി. തന്റെ ശരീരത്തിൽ അച്ഛൻ കയറിയതുപോലെ സ്വാമി കയറിയതുപോലെ തുള്ളിക്കൊണ്ടിരുന്ന മണി നാളെ 10:30 തന്നെ മൃതദേഹം എടുക്കണം എന്നറിയിച്ചു. 4 കൊല്ലം മുമ്പ് മരിച്ച തന്റെ പേരക്കുട്ടിയുടെ അടുത്തേക്ക് താൻ പോവാൻ പോകുന്നു എന്ന മട്ടിൽ മണി പറയുന്നുണ്ടായിരുന്നു. ഒക്കെ മണിയുടെ തന്ത്രമാണെന്ന് ജീവയ്ക്ക് മനസ്സിലായെങ്കിലും സ്വാമി വന്ന് പറഞ്ഞതായതുകൊണ്ട് നാട്ടുകാരൊക്കെ അതോടെ 10:30 തന്നെ ചെല്ലപ്പയ്യയുടെ മൃതദേഹം എടുക്കണം എന്ന മട്ടിലേക്കെത്തി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നഞ്ചിയും സംഘവും കൂടി വന്നെത്തുന്നത്. മരണപ്പെട്ട ചെല്ലപ്പയ്യയുടെ സഹോദരങ്ങളാണ് നഞ്ചിയും കൂടെ വന്നവരും. മുമ്പ് വളരെ വലിയ ക്രിമിനൽസ് ആയിരുന്നു അവർ. ഇപ്പോൾ അതൊക്കെ വിട്ട് ക്വാറിയിൽ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. എന്നാലും ഇപ്പോഴും ആ റൌഡിത്തരമൊക്കെ അവർക്കുണ്ട്. മരണവീടിന്റെ തൊട്ടടുത്ത് ലേറ്റും കല്യാണ ആഘോഷവും ഒക്കെ കണ്ടപ്പോ നഞ്ചിക്കങ്ങ് സഹിക്കുന്നുണ്ടായിരുന്നില്ല. മദ്യപിക്കാൻ വട്ടം കൂടിയപ്പോ എന്താണ് നടക്കുന്നതെന്ന കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി. സ്വാമിയായി വന്ന് ചെല്ലപ്പയ്യ തന്നെ 10:30 എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തങ്ങൾ ഇവിടെ നിന്ന് 10:30 തന്നെ എല്ലാ കാര്യങ്ങളും നിർത്തി പൂർത്തിയാക്കിയിട്ടേ പോകുന്നുള്ളൂ എന്ന മട്ടിൽ നഞ്ചു പറഞ്ഞു. അത് പറഞ്ഞ ശേഷം അടുത്ത് മദ്യപിച്ചിരുന്ന ത്യാഗുവിനെയും സംഘത്തെയും നഞ്ചിയൊന്ന് നോക്കുന്നുമുണ്ട്. ജീവയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ കുടുങ്ങി. ജീവയങ്ങനെ തലപുകഞ്ഞു നിൽക്കുമ്പോഴാണ് മൂർത്തിയും രാസും കൂടി ജീവയ്ക്കടുത്തെത്തുന്നത്. നാളെ രാവിലെ തന്നെ മൃതദേഹം എടുക്കണമെന്നും വിറകുകാരന് നമ്പർ തരാനും പറഞ്ഞത്. ജീവ നമ്പർ കൊടുക്കാൻ തുനിഞ്ഞു. കൂട്ടത്തിൽ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നീയാണല്ലേ എന്ന മട്ടിൽ മൂർത്തിയോട് ചോദിച്ചു. താനല്ലെന്ന മട്ടിലായിരുന്നു മൂർത്തി മറുപടി പറഞ്ഞത്. നെഞ്ചിയെയും സംഘത്തെയും വിളിച്ചു വരുത്തിയത് നീയാണല്ലേ എന്ന ചോദ്യത്തിന് അതിപ്പോ ഒരു മരണമാകുമ്പോ സ്വന്തക്കാർക്കൊക്കെ പറഞ്ഞയക്കില്ലേ എന്ന മട്ടിലായിരുന്നു അവന്റെ മറുപടി. നീ ഇതിന്റെ ഇടയിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കാതിരുന്ന കല്യാണവും മരണാവശ്യവും ഞാൻ നടത്തിക്കാട്ടും എന്ന മട്ടിൽ ജീവ പറഞ്ഞപ്പോൾ അങ്ങനെ നിന്നെ ഹീറോ ആവാൻ വിടോടാ എന്ന മട്ടിൽ മൂർത്തി കൂട്ടിച്ചേർത്തു. നോക്കുമ്പോ ജീവ പറഞ്ഞു കൊടുത്ത നമ്പറിൽ ഒരക്കം കുറവുണ്ട്. അത് ചോദിച്ചപ്പോ ജീവ പറഞ്ഞു, നാടിന് ഉപകരിക്കുന്ന ഒരു നമ്പർ പോലും കയ്യിലില്ല, എന്നിട്ടാണ് നീയൊക്കെ രാഷ്ട്രീയം കളിക്കാൻ വന്നിരിക്കുന്നത്, പോയി ഓരോന്നായിട്ട് അടിച്ചു നോക്കടാ. അത് കേട്ടതും മൂർത്തിക്ക് അത്യാവശ്യം പൊളിഞ്ഞു. എനിക്കറിയാവുന്ന രാഷ്ട്രീയം ഞാൻ കാട്ടട്ടടാ എന്ന് പറഞ്ഞ് മൂർത്തി അവിടെ ഒരു സീനുണ്ടാക്കാൻ തുടങ്ങി. ഒച്ചയ്ക്ക് 10:30 തന്നെ ഞങ്ങൾ മൃതദേഹം എടുക്കും എന്ന മട്ടിലൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ജീവ അതിനെതിർത്ത് സംസാരിച്ച പോലെ. അതോടെ അതിൽ ഇടപെടാൻ നഞ്ചിയും സംഘവും വന്നു. എന്താ പഞ്ചായത്തെ പേടിപ്പിക്കുവാണോ എന്ന് ചോദിച്ച് നഞ്ചി വന്നതും നിങ്ങൾ ആരാണെന്ന മട്ടിൽ ജീവൻ നഞ്ചിയോട് എതിർത്ത് സംസാരിച്ചു. ജീവയെ സപ്പോർട്ട് ചെയ്ത് അഖിലനും വന്നു. നിങ്ങൾക്കല്ലേലും ആരാ? ഇത്രനാൾ എവിടെയായിരുന്നു? ചേട്ടൻ മരിച്ചപ്പോ സ്നേഹം വന്ന് കുമ്മിനുകൂടി വന്നോ എന്ന മട്ടിൽ ചോദിച്ച് അഖിലൻ അവർക്കെതിരെ നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ടിരുന്ന മണി എഴുന്നേറ്റ് വന്ന് അഖിലന്റെ കരണമങ്ങ് പുകച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ അപ്പം മരിച്ചു, എനിക്കിനി അച്ഛന്റെ സ്ഥാനത്ത് ആകെയുള്ളത് ചിറ്റപ്പനാണെന്ന് വിചാരിച്ച ഞാൻ നിൽക്കുന്നേ. നിന്റെ ഒരു കല്യാണ ആവശ്യമൊക്കെ
സുഹൃത്തുക്കളൊക്കെ വന്ന വേറെ ആരാ മുമ്പിൽ നിൽക്കാനുള്ളത്? ഒക്കെ മണിയുടെ നമ്പറാണ്. ചിറ്റപ്പനാകട്ടെ നമ്മുടെ രക്തമല്ലടാ വിട്ടേക്ക് എന്ന മട്ടിൽ മണിയോടും പറയുന്നു. എന്താടാ പ്രശ്നമെന്ന് ചോദിച്ച് സഞ്ജയ് അങ്ങോട്ടേക്ക് വന്നതും അവരുടെ പറമ്പിൽ കാലുകുത്തിയ സഞ്ജയെ കണ്ട് മണിയിടഞ്ഞു. അവിടെ വാക്കുതർക്കം ആരംഭിച്ചു. ഒച്ചയും ബഹളവും കേട്ട് ഇളവരസനും കുടുംബവും എത്തി. പിന്നെ ഇളവരസനും മണിയും തമ്മിലായി വാക്കുതർക്കം. അതിനിടയിൽ ഇളവരസനാകട്ടെ ആത്മഹത്യ ചെയ്ത മണിയുടെ മകളെപ്പറ്റി ഓരോന്നങ്ങ് പറയാൻ തുടങ്ങി. പൂർണിയെപ്പറ്റി. അതോടെ വാക്കുതർക്കം വലിയ തോതിൽ കനത്തു. രണ്ട് സൈഡിലും നാട്ടുകാരും കൂടി. ഇതൊക്കെ കേട്ട് സഹികെട്ട് വീടിനകത്തിരിക്കുകയായിരുന്നു കല്യാണപ്പെണ്ണായ സൗമ്യ. എന്താ നടക്കുന്നത്? എന്തിനാ ഇവരിത്ര വഴക്കിടുന്നതെന്ന് നെഞ്ചിക്കം സംഘത്തിനും മനസ്സിലാവുന്നുമില്ല. അവിടെ നിന്നിരുന്ന മൂർത്തി കാര്യങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുത്തു. മണിയും ഇളവരസും തമ്മിലുള്ള വഴക്കിന്, ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം 4 കൊല്ലം മുമ്പത്തെ ഒരു കാര്യമാണ്. ഒരിക്കൽ വാട്ടർ ടാങ്കിന്റെ സമീപത്തേക്ക് പോയ ഇളവരസ് അവിടെ മണിയുടെ മകൾ പൂർണി മറ്റൊരു പയ്യനൊപ്പം സല്ലപിച്ചു നിൽക്കുന്നത് കണ്ടു. ഇളവരസ് അതുടൻ വന്ന് മണിക്കടുത്ത് പറഞ്ഞു. ഒന്നും രണ്ടും പറഞ്ഞ് അത് വലിയ വഴക്കായി. അത് നാട്ടുകാരറിഞ്ഞു. അവിടുത്തെ നാട്ടുകാരാണെങ്കിൽ എന്തെങ്കിലും വീണ് കിട്ടാൻ നോക്കിയിരിക്കുവാണ്. നീർക്കോലിയെ കണ്ട ആനക്കൊണ്ടയാണെന്ന് പറയുന്ന ആൾക്കാരാ 8 ദിവസത്തിനുള്ളിൽ മണിയുടെ മകൾക്ക് വയറ്റിലുണ്ടെന്ന് വരെ അവരങ്ങ് പറഞ്ഞു വരുത്തി. ഒടുവിൽ സങ്കടം സഹിക്കാൻ പറ്റാതെ മണിയുടെ മകള് വാട്ടർ ടാങ്കിൽ ചാടി ആത്മഹത്യ ചെയ്തു. മണിയും ഇളവരസും ഒന്നും രണ്ടും പറഞ്ഞു വഴക്ക് കത്തിക്കയറുകയാണ്. നിന്റെ മകള് ടാങ്കിൽ വീണ് എല്ലാവരുടെയും വെള്ളം കൂടി മുട്ടിച്ചതല്ലടാ എന്ന മട്ടിൽ ഇളവരസ് കത്തിക്കയറിയപ്പോ എന്റെ മകളെ ഞാൻ സ്വാമിയായിട്ടാടാ കരുതുന്നത്, നിന്നെ വെച്ചേക്കില്ലെന്ന മട്ടിൽ ഇളവരസും തുടങ്ങി. രണ്ട് സൈഡും വഴക്കാളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ സൗമ്യ പുറത്തേക്കിറങ്ങി വന്ന് ഒച്ചയെടുത്ത് അവരുടെ വഴക്ക് നിർത്തിച്ചു. അവള് പറഞ്ഞു, നിങ്ങൾക്കാർക്കും കല്യാണവും പ്രശ്നമല്ല, മരണാവശ്യവും പ്രശ്നമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പക മാത്രമാണ് വേണ്ടത്. അതിനുവേണ്ടിയാ വഴക്കടിക്കുന്നത്. എന്റെ കല്യാണത്തിന്റെ പേരില് ആരും ഇവിടെ വഴക്ക് കൂടണ്ട. എനിക്ക് കല്യാണമേ വേണ്ട. കല്യാണത്തിന്റെ പേരിൽ വഴക്ക് നടന്ന ഞാൻ ആ ടാങ്കി ചാടി ചാവും. അതോടെ എല്ലാവരും ഒന്നടങ്ങി. ജീവ ഇടപെട്ട് പറഞ്ഞു, എല്ലാരും കേട്ടല്ലോ, നിങ്ങൾക്ക് 10:30 മൃതദേഹം എടുക്കണം, അത്രല്ലേ ഉള്ളൂ. നിങ്ങൾ അത് ചെയ്തോ. അതേസമയം ദേ ദിപ്പറെ ഇവിടെ കല്യാണം നടക്കും. നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നമില്ലല്ലോ. അതും പറഞ്ഞ് അവിടെ കൂടിയ ജനങ്ങളെ ജീവ തന്നെ പിരിച്ചുവിട്ടു. ഇതിനിടയിൽ ത്യാഗുവിന്റെ നിർദ്ദേശപ്രകാരം ഇളവരസ് പോലീസിന് ഫോൺ ചെയ്യാൻ പോയി. മരണത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് വന്ന് ബോഡി കൊണ്ടുപോകും എന്നായിരുന്നു ത്യാഗു പറഞ്ഞത്. പക്ഷെ ജീവ ഇടപെട്ട് അത് തടഞ്ഞു. നിങ്ങൾക്ക് കല്യാണം നടത്തണം, അത്രല്ലേ ഉള്ളൂ. അതിവിടെ കൃത്യസമയത്ത് നടത്തിക്കോ. അതേസമയം അവരവിടെ മൃതദേഹം എടുക്കും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന മട്ടിൽ ജീവ ചോദിച്ചപ്പോ ഇളവരസ് മിണ്ടാതെ നിന്നു. ഒടുവിൽ അങ്ങനെ കാര്യങ്ങൾ നടത്താൻ തീരുമാനമായി. ഇതേസമയം തന്റെ മുറിയിൽ സൗമ്യയാകട്ടെ ആകെ വിഷമിച്ചു നിൽക്കുകയാണ്. ജീവ സൗമ്യക്കടുത്തെത്തി. ദുഃഖത്തോടെ സൗമ്യ പറഞ്ഞു, പൂർണി അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. പൂർണിയെപ്പറ്റി ഇനി ഒന്നും മിണ്ടില്ലെന്ന് അച്ഛനെന്റെ തലയെ തൊട്ട് സത്യം ചെയ്തതാ. എന്നിട്ട് എന്തിനാ ഇപ്പോ അവിടെ പോയി അങ്ങനൊക്കെ പറഞ്ഞത്? എനിക്ക് ഈ കല്യാണേ വേണ്ട. പക്ഷേ ജീവ അവളെ ആശ്വസിപ്പിച്ചു. ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ പ്രാന്താണ്. ഇതൊക്കെ കണ്ട് എനിക്ക് ദേഷ്യം ആളിക്കത്തി വരുന്നുണ്ട്. എന്നിട്ടും ഞാൻ സഹിച്ചു നിൽക്കുന്നത് നിന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നോട്ടെന്ന് കരുതിയിട്ടാ. അവൻ നല്ല പയ്യനാ. നീയെങ്കിലും ഈ നശിച്ച നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ നോക്ക്. നീ വിഷമിക്കാതിരിക്കെ, എല്ലാം ഞാൻ നോക്കിക്കോളാം. അതും പറഞ്ഞ് ജീവ പുറത്തേക്കിറങ്ങി ദുഃഖത്തോടെ നിൽക്കാൻ തുടങ്ങി. ഒരേ സമയം കല്യാണവും മരണാവശ്യവും നടക്കുന്നത്, അതും ഒരേ വാതിൽക്കൽ വെച്ച് എത്ര മോശമാണ് എന്ന മട്ടിൽ ചിന്തിച്ചു നിൽക്കെ മൂർത്തി ചൊറിയാൻ വന്നു. അവനെ ആട്ടിവിട്ട് ജീവ അവിടുന്ന് മാറി. കുറച്ചുനേരമായി സൗമ്യയുടെ ഒരു വിവരവുമില്ല. വാട്സപ്പിൽ കല്യാണ വസ്ത്രം ധരിച്ച ഫോട്ടോ അയച്ചിട്ട് അത് സൗമ്യ നോക്കിയിട്ടുമില്ല. കന്യപ്പൻ സൗമ്യയെ വിളിച്ചു. സൗമ്യയാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. ഇറിറ്റേറ്റഡ് ആയിരുന്ന സൗമ്യ കന്യപ്പനോട് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു. സൗമ്യ വീടിന് വെളിയിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് വൺ സൈഡ് ലവർ പാലരസ് സൗമ്യയ്ക്ക് അടുത്തേക്ക് എത്തുന്നത്. ഈ നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് താൻ സൗമ്യയെ രക്ഷിക്കാമെന്നും കയ്യില് താലിയുണ്ട്, നിന്റെ കയ്യിലാണെങ്കിൽ സ്വർണവുമുണ്ട്, നമുക്ക് ഒളിച്ചോടാമെന്നും പറഞ്ഞ് പാലരസ് സൗമ്യയോട് ഫ്ലേട്ട് ചെയ്യാൻ ശ്രമിച്ചു. എല്ലാം കൊണ്ടും സഹികെട്ടിരുന്ന സൗമ്യ പാലരസിനെ തല്ലി. അതും ഒരു കുഴപ്പമായി എടുക്കാതിരുന്ന പാലരസ് ആകട്ടെ സൗമ്യയോട് ഒരു ഉമ്മ തരാൻ പറഞ്ഞു. ദേഷ്യം വന്ന സൗമ്യ വെട്ടുകത്തിയെടുത്ത് പാലരസിനെ വെട്ടുമെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവനെ ഓടിച്ചിടാൻ ആരംഭിച്ചു. വാട്ടർ ടാങ്കിന് അടുത്തുള്ള പ്രദേശത്തൂടെ അടുത്തുള്ള കാട്ടിലേക്കായിരുന്നു ദേഷ്യത്തിൽ സൗമ്യ പാലരസിനെ ഓടിച്ചിട്ടത്. വെട്ടല്ലേ എന്നും പറഞ്ഞ് പാലരസ് മുമ്പിലോടുകയാണ്. സൗമ്യ പിന്നിലും. ഇതേ സമയം വാട്ടർ ടാങ്കിന്റെ മുകളിലിരുന്ന് അവിടുത്തെ ജോലിക്കാരൻ മുരളി വെള്ളമടിച്ചുകൊണ്ടിരിക്കുവാണ്. മദ്യപിച്ച് മധോന്മത്തനായിരുന്ന മുരളി അവിടെ നിന്ന് നോക്കിയപ്പോ കണ്ടത് പാലരസിന്റെ പിന്നാലെ സൗമ്യ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. മങ്ങിയ കാഴ്ചയിൽ അവർ ഒളിച്ചോടുകയാണ് എന്ന മട്ടിൽ മുരളി ചിന്തിച്ചു. ഇതേസമയം മറുവശത്ത് സൗമ്യ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തതിൽ വരനായ കന്യപ്പൻ സങ്കടത്തിലായിരുന്നു. കന്യപ്പന്റെ അനിയൻ വന്ന് കന്യപ്പനോട് സംസാരിച്ചു. കല്യാണം നടക്കാതിരുന്ന കന്യപ്പന്റെ ഫോട്ടോ കണ്ട് ഓക്കെ പറഞ്ഞ പെണ്ണാണ് സൗമ്യ. എന്തോ പ്രശ്നമുണ്ടെന്ന മട്ടിലായിരുന്നു കന്യപ്പൻ ചിന്തിച്ചത്. പക്ഷെ അനിയൻ പറഞ്ഞു, നീ എപ്പോഴും ഇങ്ങനെ ഫോൺ നൈനെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാ? നീ ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിക്കേ. നാളെ സ്വന്തം കുടുംബത്തെ വിട്ട് അവര് നിന്റെ കൂടെ വരാൻ പോകുമല്ലേ? അപ്പോ അതിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചില്ലടാ, കന്യപ്പൻ പറഞ്ഞു. ഞാൻ വിളിച്ച് അവളോട് സോറി പറയട്ടെ എന്ന്
എന്ന് കന്യപ്പൻ ചോദിച്ചപ്പോ പിന്നെ ഞാനെന്താ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നായി കന്യപ്പന്റെ അനിയൻ. ഇതേസമയം മറുവശത്ത് കല്യാണ വീട്ടിലാകട്ടെ സൗമ്യയെ കാണാനില്ലാതെ എല്ലാവരും ചേർന്ന് തേടാൻ തുടങ്ങിയിരുന്നു. സൗമ്യ ഒളിച്ചോടിയെന്ന് മുരളി വന്ന് പറഞ്ഞതോടെ എല്ലാവരും ഒന്ന് ഞെട്ടി. അത് കേട്ട് ജീവ മുരളിയുടെ കരണമങ്ങ് പുകച്ചു. പക്ഷെ ഞാൻ കണ്ടതാ പറഞ്ഞുള്ളൂ എന്ന് മുരളി വീണ്ടും പറഞ്ഞതും നാട്ടുകാര് അവരെ പിടികൂടാനെന്ന് പറഞ്ഞ് പെണ്ണൊളിച്ചോടിയെന്ന് പറഞ്ഞ് കാടിന്റെ ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി. വിവരം മൂർത്തിയുടെ ചെവിയിലും എത്തി. എല്ലാം കുളം കലക്കാൻ പ്ലാൻ ചെയ്തിരുന്ന മൂർത്തി വീണ് കിട്ടിയ അവസരം മുതലെടുക്കാൻ തീരുമാനിച്ചു. രാത്രിനെയും കൂട്ടി മൂർത്തി നേരെ പോയത് വരനും സംഘവും തങ്ങുന്ന ഹോട്ടലിലേക്കാണ്. കന്യപ്പനോടും അനിയനോടും ഒന്നും അറിയാത്ത മട്ടിൽ വളരെ നൈസായിട്ട് പെണ്ണൊളിച്ചോടിയ കാര്യം മൂർത്തി അങ്ങ് പറഞ്ഞു. ഞെട്ടിത്തരിച്ച് കന്യപ്പൻ അങ്ങനെ അങ്ങ് നിന്നുപോയിരുന്നു. അനിയനാകട്ടെ വീട്ടുകാരെ മുഴുവൻ വിവരമറിയിച്ചു. ഒടുവിൽ കല്യാണത്തിനെത്തിയ എല്ലാവരും വണ്ടിയിൽ കയറി നേരെ കല്യാണ പെണ്ണിന്റെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു. വൈകാതെ അവർ ആ വീട്ടിലേക്കെത്തി. നിലതെറ്റി ആകെ നിൽക്കുകയായിരുന്നു ഇളവരസ്. പക്ഷേ വരനെയും കൂട്ടരെയും കണ്ടപ്പോ ഒന്നുമില്ലാത്ത പോലെ അവരെ അദ്ദേഹം സ്വാഗതം ചെയ്തു. പെണ്ണൊളിച്ചോടിപ്പോയ വഴി കണ്ടതും കന്യപ്പനും സംഘവും പെണ്ണിനെ നോക്കാൻ വേണ്ടി അതുവഴി അങ്ങോട്ടേക്ക് കയറി. കുറച്ചു ചെന്ന കന്യപ്പൻ ആകെ വയ്യാതെ അവിടെ ഒരു കല്ലുമ്മേലിരുന്നു. ഇതേസമയം ജീവയും മറ്റുള്ളവരും സൗമ്യയെ തിരയുകയാണ്. കാടിനകത്ത് മരത്തിൽ കയറി ഒളിച്ചിരുന്ന പാലരസിനെ ജീവ കണ്ടു. പാലരസിനെ പിടിച്ച് സംശയം തോന്നിയ ജീവ ഒന്ന് കുടഞ്ഞപ്പോ തന്നെ കൊല്ലാൻ വേണ്ടി ഓടിച്ചിട്ട സൗമ്യ അവിടുത്തെ കുഴിയിൽ വീണുപോയ കാര്യം പാലരസ് ജീവയോട് പറഞ്ഞു. വേസ്റ്റ് ഇടുന്ന കുഴിയായിരുന്നു അത്. ആ കുഴിയിൽ വീണുപോയ സൗമ്യ ബോധം കെട്ട് കിടന്നു. അത് കണ്ടതും പേടിച്ച പാലരസ് ഓടിമറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒന്ന് നടന്നത്. കന്യപ്പന്റെ അനിയന്റെ വളർത്തുനായ മണം പിടിച്ച് വേസ്റ്റ് കുഴിയുടെ അടുത്ത് ചെന്ന് നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. അത് കണ്ട് കന്യപ്പൻ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെന്നതും വേസ്റ്റ് കുഴിയിൽ വീണ് ബോധം കെട്ട് കിടക്കുന്ന സൗമ്യയെ കണ്ടു. അതോടെ അനിയൻ ബാലുവിനെയും മറ്റുള്ളവരെയും കന്യപ്പൻ വിളിക്കാൻ തുടങ്ങി. സൗമ്യയെയും ഉറക്കെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ട് പതിയെ സൗമ്യ കണ്ണു തുറന്നു. ഇരുവരും നോക്കിക്കണ്ടു. കന്യപ്പന് വലിയ സമാധാനവും സന്തോഷവും തോന്നി. ജീവയ്ക്കും മറ്റുള്ളവർക്കും അടുത്തേക്ക് കൈപൊക്കി സൗമ്യ ഇവിടുണ്ട് എന്ന് കന്യപ്പൻ പറഞ്ഞതും നിലതെറ്റി കന്യപ്പനും ആ കുഴിയിലേക്ക് വീണു. വിഷമത്തോടെ ഇരുന്ന സൗമ്യക്കടുത്ത് കന്യപ്പൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാനാ നിന്റെ കന്യപ്പൻ കന്നി. അത് കേട്ടതും സൗമ്യ അവനെ കെട്ടിപ്പിടിച്ചു. പിന്നാലെ ജീവ അങ്ങോട്ടേക്ക് വന്നു. കെട്ടിപ്പിടിച്ചിരിക്കുന്ന അവരെ കണ്ടതും ജീവ ചോദിച്ചു, വേസ്റ്റ് കുഴിയിലാണോടാ റൊമാൻസ്? നേരം വെളുക്കാറായി, താലി കെട്ടണ്ടേ? നാട് മുഴുവൻ നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുക, വാ മേളിലേക്ക് കയറുക. ജീവ അവരെ പിടിച്ച് മുകളിലേക്ക് കയറ്റി. നേരം പുലർന്നിരുന്നു. മറുവശത്ത് മരണാവശ്യത്തിനുള്ള കാര്യങ്ങൾ അതിന്റെ തകിലുമേളമൊക്കെ ആരംഭിച്ചു. ഇളവരസാകട്ടെ ആകെ ടെൻഷനടിച്ച് വീട്ടിലിരിക്കുകയാണ്. മകളെ കണ്ടുകിട്ടിയ കാര്യമൊന്നും അയാൾ അറിഞ്ഞിട്ടേയില്ല. എല്ലാം കൊണ്ടും ഏറെ നിലതെറ്റിയിരുന്ന അയാൾ മണിയെ കൊന്നുതള്ളുമെന്ന് ചിന്തിച്ച് തന്റെ തോക്കെടുത്ത് മറുവശത്തേക്ക് കടന്നു. മണിയുടെ വീടിനകത്തേക്ക് വെടിയുതിർത്ത് എന്റെ മോളെവിടെയാടാ എന്നയാൾ ഉറച്ചു ചോദിച്ചു. ഒച്ചയും ബഹളവും കേട്ട് ജീവയും സംഘവും അവിടെ നിന്ന് വീടിന്റെ ഭാഗം ലക്ഷ്യമാക്കി ഓടിച്ചെല്ലാൻ തുടങ്ങി. നെഞ്ചിയും കൂട്ടരും കൂട്ടത്തിൽ ഓടിച്ചെല്ലുന്നുണ്ടായിരുന്നു. മണിയും ഇളവരസും തമ്മിൽ പിടിവലിയും ഫൈറ്റുമെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. തോക്കു ചൂണ്ടി വെടിയുതിർക്കാൻ ഇളവരസ് ദേഷ്യപ്പെട്ടു നിൽക്കുകയാണല്ലോ. അത് തടയാൻ എല്ലാവരും ചേർന്ന് ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വെടിപൊട്ടി. പലയിടത്തായി റിഫ്ലക്ട് ചെയ്ത വെടിയുണ്ട മൃതദേഹത്തിലായിരുന്നു ചെന്നു പതിച്ചത്. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. മരിച്ച എന്റെ അച്ഛനെ വീണ്ടും നീ കൊന്നല്ലടാ എന്ന മട്ടി പറഞ്ഞ് തമ്പി ഇളകിയതോടെ അവിടെ ആരംഭിച്ചതൊരു കലാപമായിരുന്നു. നെഞ്ചു വന്ന് ഇളവരസിനെ ഇടിച്ച് പുറത്തേക്കിട്ടു. ത്യാഗവും വന്നതിൽ ഇടപെട്ടു. പക്ഷേ അടി വലിയ തോതിലേക്ക് മുറുകുന്നതിനു മുമ്പ് ജീവ ഇടപെട്ട് എല്ലാവരെയും മാറ്റി നിർത്തി. നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോടാ? ഇതൊരു മരണവീടല്ലേ എന്ന മട്ടിൽ അവൻ ചോദിച്ചു നിൽക്കെ നെഞ്ചിയുടെ കൂടെയുള്ള വ്യക്തി പോയി കോറിയിൽ പൊട്ടിക്കാനുള്ള ഗുണ്ടെടുത്തിട്ട് വന്നു. ഈ കല്യാണ വീട് കാരണമല്ലേ ഈ പ്രശ്നമൊക്കെ എന്ന് പറഞ്ഞ് ഗുണ്ട് കത്തിച്ച് കല്യാണ വീട് ലക്ഷ്യമാക്കി അവനങ്ങെറിഞ്ഞു. ഗുണ്ട് കല്യാണ വീട്ടിൽ വീണ് പൊട്ടിത്തെറിച്ചു. സ്റ്റേജും മറ്റും കത്തിയെരിയാൻ തുടങ്ങി. ജീവ വന്ന് അവനെ തല്ലി. മണിയും തല്ലാൻ വേണ്ടി തന്റെ ആളുകളോട് ആക്രോശിച്ചതോടെ മൊത്തത്തിൽ അവിടെ ഒരു കൂട്ടത്തല്ലായി മാറി. ഇളവരസിന്റെ സൈഡിലുള്ളവരും മണിയുടെ സൈഡിലുള്ളവരും തമ്മിൽ കൂട്ടത്തല്ല്. മൂർത്തിയാകട്ടെ പഞ്ചായത്ത് ടാങ്കിന്റെ ചോട്ടിലുള്ള വീടുകളിൽ കലാപം നടക്കുന്നെന്നും വേഗം വരാനും പറഞ്ഞ് പോലീസിന് ഫോൺ ചെയ്തു. എല്ലാത്തിനും കാരണം ജീവയാണെന്നും മൂർത്തി പറയുന്നുണ്ടായിരുന്നു. പിന്നാലെ മൂർത്തിയും അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ഓടിയ ത്യാഗു ആവട്ടെ ചെന്നുപെട്ടത് വാട്ടർ ടാങ്കിന്റെ ചോട്ടിലേക്കായിരുന്നു. ത്യാഗുവിനെ ചുറ്റിവളഞ്ഞ അവർ ത്യാഗുവിന്റെ ദേഹത്തേക്ക് ഗുണ്ടെറിയാൻ വേണ്ടി തയ്യാറായി നിന്നു. ത്യാഗു ഓടി വാട്ടർ ടാങ്കിന്റെ മുകളിലേക്ക് കയറി. പിന്നാലെ ത്യാഗുവിനെ പിടിക്കാനോടിയ നെഞ്ചിയുടെ കൂട്ടാളികളും. ഒരു കൂട്ടാളിയാകട്ടെ തീവ്രതയുള്ള ഗുണ്ടും വെടിമരുന്നും അടങ്ങിയ ബാഗ്
കടിച്ചുപിടിച്ചിരിക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ത്യാഗു അയാളെ ചവിട്ടിയതും അയാളുടെ വായിൽ നിന്നും അത് വിട്ടുപോയി. അത് നേരെ താഴേക്ക് പതിക്കാൻ തുടങ്ങി. ഏവരും ഞെട്ടലോടെ നോക്കി നിൽക്കെ അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ആ വലിയ പൊട്ടിത്തെറി അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്ന ജീവയ്ക്കും അത് തടയാൻ സാധിച്ചില്ല. പൊട്ടിത്തെറിയിൽ വാട്ടർ ടാങ്കിന്റെ കാല് തകർന്നു. വാട്ടർ ടാങ്ക് മറിഞ്ഞു വീണു. നിറഞ്ഞ വെള്ളം പാഞ്ഞൊഴുകാൻ തുടങ്ങി. ജീവനായി ജനങ്ങൾ പരക്കം പാഞ്ഞു. വാട്ടർ ടാങ്കിന്റെ ചോട്ടിലുണ്ടായിരുന്ന 2 വീട്ടിലേക്കും വെള്ളം മിരച്ചു കയറി. അതിർത്തിയായി നട്ടിരുന്ന ചെമ്പരത്തി ചെടികൾ പോലും പിടിതെറിഞ്ഞിട്ടായിരുന്നു വാട്ടർ ടാങ്കിലെ വെള്ളമൊഴുകിപ്പോയത്. വെള്ളത്തിൽ കുടുങ്ങി എല്ലാവരും താഴെ വീണിരുന്നു. ചെളിയിൽ കുളിച്ച് എല്ലാവരും എഴുന്നേറ്റ് വന്നു. ഒടുവിൽ ജീവയും എഴുന്നേറ്റ് വന്ന ജീവയ്ക്ക് ചിരിയടക്കാൻ സാധിച്ചില്ല. കല്യാണം ഗംഭീരമായി നടന്നില്ലേ എന്ന മട്ടിൽ ഇളവരസനെ ആദ്യം ജീവ നന്നായിട്ടങ്ങ് കളിയാക്കി. പിന്നാലെ മണിക്കെതിരെ തിരിഞ്ഞു. 10:30 മണിക്ക് മൃതദേഹം കൊണ്ടുപോകും, മൃതദേഹം എടുക്കുമെന്നും പറഞ്ഞ് വലിയ സ്വാമിയടി ഇതൊക്കെയല്ലേ, എന്നിട്ടിപ്പോ എന്തായി എന്ന മട്ടിലൊക്കെ ചോദിച്ച് മണിയെയും ആവശ്യത്തിന് ജീവ കളിയാക്കി. മൃതദേഹം വെള്ളത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് ചേറിൽ കുളിച്ച് പുറത്തു വന്ന് കിടക്കുകയായിരുന്നു. 2 കൂട്ടരുടെ വാശികൾ കാരണം ഒന്നും നടക്കാതെ വന്നിരിക്കുന്നു. പഞ്ചായത്തിന്റെ വാട്ടർ ടാങ്കും തകർന്നിരിക്കുന്നു. അച്ഛന്റെ മൃതദേഹത്തിന്റെ അടുത്തേക്ക് മണികരനുണ്ട് ഓടിച്ചെല്ലാൻ പോയപ്പോ ജീവ ഒച്ചയെടുത്തു. തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. വെള്ളക്കുപ്പി എടുത്തുകൊണ്ടുവന്ന് മൃതദേഹം കഴുകി ജീവ തന്നെ ശുദ്ധമായ മുണ്ട് പുതച്ചു. മണി വിതുമ്പാൻ തുടങ്ങിയിരുന്നു. മണിയുടെ അഭിനയത്തെ ജീവ കുത്തിക്കാണിച്ചു. പിന്നാലെ അവിടെ നിന്നിരുന്ന സൗമ്യയോട് ജീവ പറഞ്ഞു, നീ ഇതുവരെ പോയില്ലേ? ഭ്രാന്ത് പിടിച്ച ആൾക്കാരുള്ള ഈ നാട്ടീന്ന് നീയെങ്കിലും പോയി രക്ഷപ്പെടുമോളെ എന്ന്. കന്യപ്പനും പറഞ്ഞു, സൗമ്യക്ക് ഓക്കെയാണെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോക്കോളാം. പോകുന്ന വഴിയില് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് താലിയും കെട്ടാം. നീ ധൈര്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോടാ. സൗമി, നീ ആർക്കു വേണ്ടിയും ഇവിടെ നിൽക്കണ്ട. ഈ ഗ്രാമത്തെ തന്നെ മറന്നേക്ക്. പോയി സന്തോഷമായി ജീവിക്കാൻ നോക്ക്. സൗമ്യ അത് കേട്ട് തന്റെ അച്ഛൻ ഇളവരസനടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛന്റെ ദേഷ്യവും പകയും ഒക്കെ ഇപ്പൊ തീർന്നോ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ വീട്ടിൽ എനിക്ക് പറയാൻ പോലും ആരുമില്ല. മുമ്പാണെങ്കിൽ പൂർണ്ണിയുണ്ടായിരുന്നു. ഒന്നിനെപ്പറ്റി മൊത്തമായിട്ട് അറിയാതെ വായിൽ വരുന്നതൊക്കെ എന്തിനാച്ചാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അന്നും ഇപ്പോഴും നിങ്ങൾ അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ? അവള് മരിച്ചില്ലേ? ഇനിയെങ്കിലും അവളെ ഒന്ന് സമാധാനത്തിൽ വിട്. ദേഷ്യത്തിലും സങ്കടത്തിലും അച്ഛനോട് അത് പറഞ്ഞ് മറഞ്ഞു കിടക്കുന്ന വാട്ടർ ടാങ്കിലേക്ക് സൗമ്യ ഒന്ന് നോക്കി. ശേഷം കന്യപ്പനൊപ്പം അവിടെ നിന്നിറങ്ങി. തൊട്ടുപുറകെ പോലീസ് എത്തി. മണിയെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ മണി സ്വാമി തുള്ളാൻ തുടങ്ങി. മണിയുടെ ഭാര്യ തന്നെ മണിയെ കള്ളത്തരം കാട്ടുന്നതിനാട്ടി. പോലീസ് മണിയെ അറസ്റ്റ് ചെയ്തു. ഇളവരസിനെയും അറസ്റ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ കൊണ്ടുപോയി. പോലീസ് കൊണ്ടുവന്ന ആംബുലൻസിൽ മൃതദേഹവും മാറ്റി. പ്രശ്നം റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകരും തകർന്ന ടാങ്കിന് മുമ്പിലെത്തി. ചെളിപുരണ്ട വസ്ത്രവുമായി ജീവ തന്റെ ജീപ്പിൽ അവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ സമയമാണ് ബെന്നി ജീവ മുമ്പ് മാനസികാശുപത്രിയിലേക്ക് മാറ്റിയ മാനസിക ബുദ്ധിമുട്ടുള്ള ആ യുവാവ് ജീവയ്ക്ക് മുമ്പിലെത്തുന്നത്. ബെന്നി ജീവയോട് പറഞ്ഞു, നോക്ക് ജീവ, ഞാൻ പറഞ്ഞ പോലെ രക്ഷപ്പെട്ടു വന്നില്ലേ? ഇനി പറ, ഞാനാണോ പ്രാന്തൻ? ജീവ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു, ഈ നാട്ടിൽ തന്നെ നിനക്ക് മാത്രമാടാ കുറച്ചെങ്കിലും ബോധമുള്ളത്. ചെല്ല്, വീട്ടിലേക്ക് പോ. നിന്റെ അമ്മ നിന്നെ അന്വേഷിക്കും. ചിരിയോടെ ബെന്നി അവിടെ നിന്നും വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തുമ്പോഴോ ജീവ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടുകാർ വന്നിരുന്നു. ജീവയെ ചെളിപുരണ്ട ആ കോലത്തിൽ കണ്ട് അവരൊക്കെ അതിശയത്തോടെ നോക്കി. പഞ്ചായത്തില് ഒരു സ്ഥലത്ത് കല്യാണം, തൊട്ടടുത്ത വീട്ടിലും മരണം ഉണ്ടായിരുന്നു. ആകെ കുറച്ച് കുഴപ്പമായി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കേറി വന്ന ജീവ നേരെ പൈപ്പിന്റെ മുമ്പിലെത്തി. പൈപ്പ് തുറന്നപ്പോഴോ ഒരു തുള്ളി വെള്ളം വരുന്നില്ല. വാട്ടർ ടാങ്ക് തകർന്നിരിക്കുവാണല്ലോ. അകത്തുനിന്നാരോ വിളിച്ചു പറഞ്ഞു, രാവിലെ തൊട്ട് ഒരു തുള്ളി വെള്ളം വരുന്നില്ല. എന്തോന്ന് പഞ്ചായത്ത് പ്രസിഡന്റാ നീ? അത് കേട്ട ജീവ വല്ലാത്തൊരു ചിരി ചിരിച്ചു. ആ ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഏറെ സരസമായ ഈ ഒരു നിതീഷ് സഹദേവ് ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.